ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എക്സ്ചേഞ്ചേഴ്സ് ബ്യൂട്ടിഫുൾ വേൾഡ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് വിങ്ങം ക്രിസ്മസ് കാർണിവലാണ്. അത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ പോയി കഴിയുമ്പം വിങ്ങം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ക്രിസ്മസ് കാർണിവലിന് പോയ ഒരു ഈവനിങ് ആണ് കാണിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് കുവൈറ്റിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഡിസംബർ 1 തൊട്ട് ഓരോ പ്ലേസ് ഇങ്ങനെ ക്രിസ്മസിൻ്റെ ഓരോ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇവൻ്റ് ഉണ്ട് എല്ലാ ദിവസങ്ങളും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ വിങ്ങത്ത് അവിടുത്തെ ക്രിസ്മസ് കാർണിവലിൽ പോയതാണ്. അപ്പം നമ്മൾ ചെന്ന് ആദ്യം തന്നെ ഇവർക്ക് ഇലക്ട്രിക് കാർ ഓടിക്കണം എന്ന് പറഞ്ഞു. കാറിൻ്റെ റൈഡിന് അപ്പയും മക്കളോടെ കയറിയേക്കുവാണ്. നല്ല രസം കേട്ടോ. അതായത് ഇങ്ങനെ ഓരോ റൈഡ്സ് ഒരു സൈഡിൽ, പിന്നെ മൊത്തം ഷോപ്സ്, നമുക്ക് ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒത്തിരി തുണിക്കട, ഓർണമെൻറ്റ്സിൻ്റെ കട, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഷോപ്പിങ്ങിനുള്ള കടകൾ. നമ്മളിപ്പോൾ പള്ളിപ്പെരുന്നാളിന് പോകുമ്പം നമ്മൾ പറയത്തില്ല നമ്മുടെ നാട്ടിലെ ചിന്തിക്കട എന്നൊക്കെ പറയുന്ന പോലെ, അതിന് 2 സൈഡിലും കടകൾ, പിന്നെ കുറേ ഇങ്ങനത്തെ പിള്ളേർക്കുള്ള റൈഡ്സ്, അങ്ങനെയൊക്കെ നല്ല അനുഭവം കേട്ടോ. നമ്മളൊരു പള്ളിപ്പെരുന്നാളിൻ്റെ ആ ഒരു ഇതിനൊക്കെ പോയ പോലെ, അങ്ങനത്തെ നമ്മൾ പണ്ട് ചിന്തിക്കടയിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി നടക്കുന്ന പോലെ കുറേ റെസ്റ്റോറൻറ്റുകൾ, ഫുഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്, അല്ലാത്ത ഷോപ്സ്. നല്ല രസം. കാർ റൈഡിന് കയറി. അപ്പം എച്ചുകൊണ്ടോട് ഒരു കാറിൽ കയറി, ഹന്നയും ടെസ്സും കൂടെ അടുത്ത കാറിൽ കയറി. എച്ചുകൊണ്ടിന് റൈഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് അപ്പം എച്ചുകൊണ്ടും കയറി. പക്ഷേ എച്ചുകൊണ്ടിൻ്റെ കാല് പെടലിലെത്തുന്നില്ലാത്ത കാരണം എച്ചുകൊണ്ടിന് റൈഡ് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു, ആക്സിലേറ്റർ കൊടുക്കാൻ. അപ്പോൾ പിന്നെ അപ്പം തന്നെ ഓടിച്ചു. അങ്ങനെ കാർ റൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്സരമേറിയ കാർ റൈഡാണ് അപ്പം മക്കളോടെ. ആരാണ് ഇടിച്ച് തോപ്പിക്കുന്നതെന്നാണ് അവർ നോക്കുന്നത്. എന്തായാലും നല്ല രസമാണ് കേട്ടോ. കാരണം പിള്ളേർക്ക് ഇങ്ങനെയുള്ളൊരു ഇവൻ്റൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസാണ് പിള്ളേർക്കും നമുക്കും. ഞങ്ങളാണ്ട് 4 മണി 5 മണി ആ ടൈമിൽ ഈവനിങ്ങിൽ എത്തിയതാണ്. ഇവിടുന്ന് പോയിരുന്നത് രാത്രി വരെ ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ റൈഡിൽ കയറി നിന്നിട്ടേ ഇതുണ്ട്. ഇങ്ങനെ ഓരോ റൈഡ്സാണ്. ഈ സൈഡിൽ കൂടെയുള്ള എല്ലാ ഷോപ്സ് കേട്ടോ. അവിടെ അതായത് ഈ ഗെയിം നമ്മൾ പണ്ടല്ലേ ബോൾ എറിയുന്നത്, പിന്നെ അങ്ങനെ ഈ കൂപ്പൺ എടുത്തിട്ട് ലക്കി ഡ്രോ പോലെ, അതായത് കൂപ്പൺ എടുക്കുക, ബോൾ എറിയുക, ബോളെല്ലാം താഴെ വീണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ കാശ് പോകും. അങ്ങനത്തെ ഒരുപാട് ഷോപ്സ്, പിന്നെ ഗെയിംസിൻ്റെ ഒത്തിരി ഷോപ്സ് ഉണ്ട് കേട്ടോ. അതിനകത്ത് ഞങ്ങൾ കുറേ കാശ് പോയെന്നല്ലാതെ നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. കാരണം അമ്പ് ചെയ്യുക, ബോൾ എറിയുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിനകത്തൊന്നും. ഇങ്ങോട്ട് നമ്മൾ ഇപ്പം 3 അമ്പ് ചെയ്തിട്ട് കറക്റ്റ് തന്നെ കൊള്ളണം, അങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ്. അതിനൊന്നും നമുക്ക് ഇതൊന്നും കിട്ടിയില്ല. പിന്നെ ചില കടയിൽ നിന്നൊക്കെ ചെറിയ ഗിഫ്റ്റ്സൊക്കെ കിട്ടി. പിന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കുറേ ക്രിസ്മസ് ഫാദേഴ്സിൻ്റെ ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത റൈഡ് ഇത് ഹന്ന തന്നെയാണ് കേട്ടോ. അടുത്ത റൈഡിൽ എച്ചൂടിനോട് പറഞ്ഞപ്പോൾ എച്ചൂടിന് കയറണ്ടെന്ന് പറഞ്ഞു. ഹന്ന പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാമെന്ന് പറഞ്ഞു. ഇച്ചിരി പേടിക്കുന്ന മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സൈഡിലോട്ടും ഇത് കറങ്ങും ഇച്ചിരി ഫാസ്റ്റായിട്ട്. അപ്പോൾ ഹന്ന പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്ക് കയറിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഹന്ന ഒറ്റയ്ക്ക് ധൈര്യപൂർവ്വം കയറിയതാണ്. ഹന്നയുടെ ആ ഒരു ധൈര്യം നല്ല കേട്ടോ. കാരണം നമ്മളാരും ഇല്ലാതെ ഹന്ന ഒറ്റയ്ക്ക് പോയി കയറിയിട്ടോ. ഹന്ന എൻജോയ് ചെയ്തു. നല്ലതായിരുന്നു. ഇത് ഫാസ്റ്റായിട്ട് നല്ല സ്പീഡിലോട്ട് പോകും, എല്ലാ സൈഡിലോട്ടും കറങ്ങും. ഒരു ഇച്ചിരി പേടിയുണ്ടാവും. പക്ഷെ ഹന്ന തന്നെ പോയി കയറി. അപ്പം ഞാനും എച്ചുകൊണ്ടും ടെസ്സും കൂടെ അടുത്ത റൈഡിന് പിള്ളേർക്ക് ജമ്പ് ചെയ്യാനുള്ളൊരിതുണ്ട്. അപ്പോൾ അതിനകത്ത് കയറാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്താണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസാണ് നമുക്കിത്. ഇരുട്ടി തുടങ്ങിയപ്പം ആൾക്കാർ കൂടി വരുക. ഞങ്ങൾ ചെന്ന ആ സമയത്ത് അത്രയില്ലായിരുന്നു. രാത്രി ആവും തോറും ആൾക്കാർ കൂടി വരിക. അതായത് ഇവിടെ ഇപ്പോൾ ഒരു 5 o'clock കഴിഞ്ഞിട്ട് നമുക്കൊരു നൈറ്റ് ലൈഫ് ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഒക്കേഷനൊക്കെ പോയി കഴിയുമ്പോഴത്തേനും ഇവരെല്ലാം അത് എൻജോയ് ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലായി. ആ 5 മണി രാത്രി ആകുമ്പോഴാണ് ഇവരത് എൻജോയ് ചെയ്യുന്നത്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെയാണ് നമുക്കൊരു 5 മണി കഴിഞ്ഞ് ഇവരുടെ ഒരാളെ പോലും നമുക്ക് വെളിയിൽ കാണാൻ കിട്ടുന്നതല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഒക്കേഷനൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഇവരെല്ലാം ഹോൾ ഫാമിലി ആ ഒരു ഗ്രൗണ്ടൊക്കെ ഫുൾ രാത്രിയായപ്പോഴത്തേനും ഫുൾ നല്ല റഷായിരുന്നു. അതുകൊണ്ട് എന്തോരം ആൾക്കാരാന്ന് നോക്കി. വേറെ റൈഡൊക്കെ അതേണ്ട കറങ്ങുന്ന റൈഡൊക്കെ ഉണ്ട്, അതിലൊക്കെ കയറണം എന്ന് ഹന പറഞ്ഞു. ഞങ്ങൾ കയറ്റിയില്ല, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതായതുകൊണ്ട് വിട്ടു. ഇതിപ്പോൾ എച്ചോട്ടിനും ടെസ്സും ജമ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. എച്ചോട്ടിന് ഫ്ലിപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് കയറുന്നത്. എത്രത്തോളം എത്തുമെന്നറിയില്ല. ജമ്പ് ചെയ്യാൻ അവർ പൊക്കി കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മൾ ജമ്പ് ചെയ്യുന്നതിനനുസരിച്ച് മുകളിലോട്ടും താഴോട്ടും പോകും. പിള്ളേർക്ക് എല്ലാവർക്കും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. ഇപ്പോൾ ക്രിസ്മസ് ഡിസംബർ തുടങ്ങി ഡിസംബർ 2 വരെ ഇങ്ങനെ ഓരോരുത്തടത്ത് ക്രിസ്മസിൻ്റെ ക്രിസ്മസ് കാർണിവൽ ഇങ്ങനെ ഓരോ പ്ലേസിലുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അരമണിക്കൂർ ഡിസ്റ്റൻസുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും. അതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോയി എൻജോയ് ചെയ്യാനുള്ള ടൈമുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ഓഫും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ പോയാൽ മതി. പിള്ളേരെ കണ്ട് വെച്ചിട്ട് ഫ്ലിപ്പ് ചെയ്തു കേട്ടോ. ആദ്യം വെച്ചിട്ട് പറഞ്ഞ് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ഹാർഡാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആൾ പരിശ്രമിച്ചത് നേടിയെടുത്തു. ഫ്ലിപ്പ് ചെയ്ത് ഫസ്റ്റ് ഒരു ഫ്ലിപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ എക്സ്പേർട്ടായി. പിന്നെ ഇങ്ങോട്ട് കണ്ടിന്യൂസ് ഫ്ലിപ്പിങ് ആയിരുന്നു. അങ്ങനെ പിള്ളേർ ഫ്ലിപ്പ് ജമ്പ് ചെയ്തും അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി നേരം ക്യൂ നിന്നാളാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. കാരണം അതുപോലെ
തിരക്കുണ്ട്. ടെസ്സൂടെ ജമ്പ് ചെയ്യുന്നു. എച്ചോട്ടൻ അവിടെ ഫ്ലിപ്പിങ്ങിനാണ്. എച്ചോട്ടനെ കൊണ്ടുവന്ന് ജമ്പ് ചെയ്യുന്നത് എച്ചോട്ടൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്യാനുള്ള പൊസിഷൻ എത്തുക എന്നുള്ളതാണ് എച്ചോട്ടൻ്റെ ലക്ഷ്യം. കണ്ട ആളൊന്ന് ജമ്പ് ചെയ്ത് സെറ്റായി കഴിയുമ്പോൾ ഫ്ലിപ്പ് എടുക്കും. ടെസ്സ ബേബിക്ക് സ്പീഡ് കുറഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ പോയി വലിച്ചു കൊടുക്കുമായിരുന്നു. അല്ലാതെ ടെസ്സോട് അത് ജമ്പ് ചെയ്ത്, കാരണം വെയിറ്റ് കുറവായതുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മളോട് അതിനകത്ത് സ്ട്രെസ് ചെയ്യണമല്ലോ, നമ്മളെ സ്ട്രെച്ച് ചെയ്ത് വിടുന്നതനുസരിച്ചാണല്ലോ അത് പൊങ്ങുന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ടെസ്സ ബേബി മടുക്കുമായിരുന്നു. നൈറ്റായി തുടങ്ങിയപ്പോഴത്തേനും നല്ല രസമായി, കാരണം എല്ലായിടത്തും നല്ല ലൈറ്റിൻ്റെ ഇതും ഒക്കെ വന്നിട്ടേ നൈറ്റ് ആകുമ്പോഴത്തേനും കൂടുതൽ ഭംഗിയായി വരുക. അപ്പം നമ്മൾ അടുത്തന്നൊക്കെ ഇറങ്ങി ജസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ ഒന്ന് കഴിച്ച് പിന്നെ നമ്മളിങ്ങനെ തിരിച്ച് റിട്ടേൺ പോകാനുള്ള പരിപാടി ഇതുണ്ട്. ഈ സൈഡിലൊക്കെ റെസ്റ്റോറൻ്റ് ആട്ടോ, ഡിഫറെൻറ്റ് ഫുഡ്സൊക്കെ ആയിട്ട് ഇന്ത്യൻ ഫുഡൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം ഷോപ്സാണ് നമുക്കുള്ള സാധനങ്ങൾ വാങ്ങിയത്. ഇപ്പം രാത്രി ആയപ്പോഴത്തേനും എല്ലാവരും തിരിച്ച് പാക്കിങ് അവർക്ക് പോകാൻ വേണ്ടി ഷോപ്സ് അടയ്ക്കാനുള്ള കുറേ തിരക്കുകൾ. രണ്ട് സൈഡിലും ഇഷ്ടം പോലെ സാധനങ്ങൾ, ക്രിസ്മസിൻ്റെതായ സാധനങ്ങൾ അല്ലാതുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ എല്ലാ സൈഡിലും നിറച്ച് സാധനങ്ങളൊക്കെയാണ്. നമ്മളവിടുന്ന് ബ്രേസ്ലെറ്റും കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളും വാങ്ങിച്ചു. അതിൻ്റെ അടുത്ത വേറൊരു എൻഡിൽ ഒരു സ്റ്റേജ് അവർ സെറ്റ് ചെയ്തിട്ട് അവിടെ പാട്ട്, ഇവിടെ ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് മിസ്സായി. നമ്മൾ വന്നപ്പോൾ തന്നെ ഇച്ചിരി ലേറ്റ് ആയിപ്പോണ്ട് അത് ഫിനിഷ് ആയി. ഇപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീക്ക്.